എക്സാം കാപ്സ്യൂൾ. CSEB നടത്തുന്ന ജൂനിയർ ക്ലാർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിലെ സഹകരണ നിയമം, ബാങ്കിംഗ്, അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് EMS സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകൻ K. സുധാകരൻ. ഇന്ന് നാം പരിശോധിക്കുന്നത് സഹകരണ നിയമം എന്ന വിഷയമാണ്. സഹകരണ നിയമത്തിന്റെ വകുപ്പുകളും ചട്ടങ്ങളും ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സഹകരണ നിയമത്തിലെ ഭേദഗതികൾ 2023 വന്ന ഭേദഗതി അടക്കമുള്ള ഭേദഗതികൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. സഹകരണ നിയമനിർമ്മാണം വരാനിടയായ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് വിലയിരുത്തി പോകണം. അതുപോലെ തന്നെ 1904, 1912 ഈ വർഷങ്ങളിലെ ആക്ടിന്റെ പ്രത്യേകതകൾ പഠിച്ചു പോകണം. അതുപോലെ തന്നെ സഹകരണ സംഘത്തെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്, അതുമായി ബന്ധപ്പെട്ട വകുപ്പ്, ചട്ടം, സഹകരണ സംഘത്തിന്റെ നിയമാവലി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പും ചട്ടവും, സഹകരണ സംഘത്തിന്റെ അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട വകുപ്പ്, അതുപോലെ തന്നെ മെമ്പർഷിപ്പിന്റെ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വകുപ്പ്, വിവിധതരം ജനറൽ ബോഡികളുമായി ബന്ധപ്പെട്ട വകുപ്പ്, സഹകരണ സംഘത്തിലെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ്, സഹകരണ സംഘത്തിന്റെ ഭരണസമിതിയെ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ്, സഹകരണ സംഘത്തിലെ അറ്റാദായ വിഭജനവുമായി ബന്ധപ്പെട്ട വകുപ്പും ചട്ടവും, എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട വകുപ്പും ചട്ടവും, ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പും ചട്ടവും, തർക്കവുമായി ബന്ധപ്പെട്ട വകുപ്പും ചട്ടവും, ലിക്വിഡേഷൻ ആയിട്ട് ബന്ധപ്പെട്ട വകുപ്പും ചട്ടവും, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ്, ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട വകുപ്പ്, ഒഫൻസ് ആൻഡ് പെനാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്ഷനും റൂളും, ഈ ഭാഗങ്ങളെല്ലാം സമഗ്രമായിട്ട് ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ 12.5 മാർക്ക് 25 ചോദ്യങ്ങളിലൂടെ ഈ വിഷയത്തിൽ നേടാൻ കഴിയൂ. അടുത്തത് ബാങ്കിങ്, അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങളെപ്പറ്റി പരിശോധിക്കാം. ബാങ്കിങ്ങിൽ 25 ചോദ്യങ്ങൾ 12.5 മാർക്കാണല്ലോ ചോദിക്കുന്നത്. അതിൻ്റെ മൊഡ്യൂളിൽ പറയുന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ധർമ്മങ്ങൾ, SBIയുടെ ധർമ്മങ്ങൾ, RRBയെ കുറിച്ച്, ലീഡ് ബാങ്ക് എന്ന സംവിധാനത്തെക്കുറിച്ച്, പിന്നെ BR ആക്ട് ഇൻ 1949, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സുകൾ, ചെക്ക്, ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇങ്ങനെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദ്യപേപ്പറിൽ കാണുന്നത്. അതുപോലെ തന്നെ റീസെന്റ് ട്രെൻഡ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, ഈ ടോപ്പിക്കിൽ ബാങ്കിങ് എന്ന് പറഞ്ഞ വിഷയം കടൽ പോലെയുള്ള ഒരു വിഷയമാണ്. അതിനാൽ ഈ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ബാങ്കിങ്ങിന്റെ സിലബസിൽ പറയുന്നത്. അടുത്തത് അക്കൗണ്ടൻസിയാണ്. BCom ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ കഴിയുന്നതും ആയ ഒരു വിഷയമാണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയുടെ മൊഡ്യൂൾ പരിശോധിച്ചാൽ ഫണ്ടമെന്റൽസ് ഓഫ് ബുക്ക് കീപ്പിംഗ്, രണ്ടാമത്തേത് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, 3 ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അടുത്തത് സബ് ഡിവിഷൻ ഓഫ് ജേണൽസ്, അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, അടുത്തത് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഡിപ്രീഷിയേഷന്റെ ഭാഗത്തുനിന്ന് ധാരാളം ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്, ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട്, കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നിന്ന് ശരിക്കും ചോദിക്കാൻ പാടില്ല, പക്ഷേ ഒരു 4-5 പഴയ ചോദ്യപേപ്പർ നമ്മൾ പരിശോധിച്ചാൽ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നതായി കാണുന്നു. ബേസിക് ഐഡിയ ഓഫ് അക്കൗണ്ട്സ് ഓഫ് നോൺ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അടുത്തത് ബേസിക് ഐഡിയ അബൌട്ട് കമ്പനി അക്കൗണ്ട്, എലമെന്റ്സ് ഓഫ് കോസ്റ്റിംഗ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അക്കൗണ്ടൻസിയിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. വളരെ ശ്രദ്ധിച്ച് സമയബന്ധിതമായി പഠിച്ച് പരീക്ഷയ്ക്ക് പോകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. CSEB നടത്തുന്ന ജൂനിയർ ക്ലാർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിലെ സഹകരണ നിയമം, ബാങ്കിംഗ്, അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് EMS സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകൻ K. സുധാകരൻ. എക്സാം കാപ്സ്യൂൾ.